നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫാമിലിയുടെ കൂടെ ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. രാവിലെ അതിൻ്റെ ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടി വാങ്ങിയിട്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. ഈ ഇലയെല്ലാം ബോയിൽ ചെയ്തും അതുപോലെ സ്റ്റീം ചെയ്തും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരുപാട് ബോയിൽ ഐറ്റംസ്, ഇല ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരാണ്. അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചിക്കൻ ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ 2 ബാച്ചായിട്ട് ഞങ്ങൾ തിരിഞ്ഞ്, ഞാനാണെങ്കിൽ കപ്പയെല്ലാം റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് നമ്മുടെ കേരള സമാജ് എന്ന് പറഞ്ഞിട്ട് അരുണാചലിൽ നമ്മുടെ റോയിങ്ങിൽ ഒരു മലയാളി അസോസിയേഷനുണ്ട്. അപ്പോൾ അസോസിയേഷനിലും ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ മീറ്റിങ്ങും പരിപാടികളും ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാനും ലച്ചുവും കൂടി ഒന്ന് പയ്യെ നടക്കാനായിട്ട് ഇറങ്ങിയേ. ഞങ്ങളങ്ങനെ നടന്ന് അടുത്തുള്ള ഒരു കടയിൽ പോയി ഒരു സ്നാക്കൊക്കെ കഴിച്ചു കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയി ഡിന്നർ കഴിച്ചു. ഡിന്നറിൽ പല കറികളുണ്ടായിരുന്നെങ്കിലും ഇത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇതൊരു നേപ്പാളി ഐറ്റമാണേ.